അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ച് ഡിഗ്രി പറഞ്ഞു, ഡിഗ്രിക്ക് നിശ്ചിത ശതമാനം മാർക്ക് വെച്ചു, അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നു. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അത് ധനകാര്യ വകുപ്പിന്റെ ട്രഷറി വകുപ്പിലെ LDC തസ്തികയുടെ യോഗ്യത അമെൻഡ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് SLCയിൽ നിന്ന് +2 ആക്കുന്നത് പരിഗണിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു കത്താണ്. പക്ഷെ ഇത് ഉദ്യോഗാർത്ഥികളിൽ ഇപ്പോൾ +2 ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് ആശങ്കയാണ്, അടുത്ത LDC വരുമ്പോൾ ഞങ്ങൾക്ക് ഇത് എഴുതാൻ കഴിയുമോ എന്ന കാര്യത്തിൽ. മറ്റു പല തസ്തികകളുടെയും ഉദ്യോഗാർത്ഥികൾ ഇതേപടിയുള്ള അമെൻമെന്റ് തങ്ങളുടെ തസ്തികൾക്കും ബാധകമാകുമോ എന്ന് ഭയപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എന്താണ് ഇതിന്റെ നിജസ്ഥിതി? ഈ അടുത്തു വരുന്ന നോട്ടിഫിക്കേഷനുകളിൽ ഈ ക്വാളിഫിക്കേഷൻ നിബന്ധന ബാധകമാകാൻ സാധ്യതയുണ്ടോ? മറ്റേത് തസ്തികകളിലെ ക്വാളിഫിക്കേഷൻ മാറ്റങ്ങളാണ് സർക്കാരിന്റെ പരിഗണനയിലുള്ളത്? ഈ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാം ഈ വീഡിയോയിലൂടെ. നോക്കൂ, ഈ കത്താണല്ലോ എല്ലാത്തിനും കാരണം. ആക്ച്വലി ഇതൊരു ഓർഡർ അല്ല, ഉത്തരവല്ല, ക്വാളിഫിക്കേഷൻ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവല്ല. 2011 ഇറങ്ങിയ ഒരു ഗവൺമെന്റ് ഉത്തരവ്. ആ ഗവൺമെന്റ് ഉത്തരവിൽ കുറെ തസ്തികകളുടെ ക്വാളിഫിക്കേഷൻസ് അമെൻഡ് ചെയ്യണമെന്ന് സർക്കാർ ഉത്തരവിട്ടിരുന്നു. അതിനനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റുകളും എന്തു ചെയ്യണം? ക്വാളിഫിക്കേഷൻ അമെൻഡ് ചെയ്തുകൊണ്ട് സ്പെഷ്യൽ റൂൾസ് അമെൻഡ് ചെയ്യണം. അതിനുള്ള നിർദ്ദേശവും ആ ഓർഡറിൽ കൊടുത്തിരുന്നു. അതിന്റെ ഭാഗമായി എത്രയോ വർഷങ്ങൾക്ക് ശേഷം, 15 വർഷങ്ങൾക്ക് ശേഷം, ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ട്രഷറി സബോർഡിനേറ്റ് സർവീസ് ചട്ടം ഇതിനനുസൃതമായി പരിഗണിക്കണമോ അല്ലെങ്കിൽ അമെൻഡ് ചെയ്യണമോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നതിന്റെ അറിയിപ്പാണ് നമുക്കിവിടെ ലഭിച്ചത്. അല്ലാതെ ഇതൊരു ഉത്തരവല്ല, ഗവൺമെന്റ് ഓർഡർ അല്ല. നിങ്ങൾ നോക്കൂ, ഇതിന് ഉപോത്ബലകമായ ഉത്തരവ് ഇതാണ്. 2011 ജൂലൈ 1 പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണ്. അതിനു മുൻപ് തന്നെ ക്വാളിഫിക്കേഷൻ അമെൻഡ് ചെയ്തുകൊണ്ട് സ്പെഷ്യൽ റൂൾസിൽ അമെൻമെന്റ് വരുത്തുവാൻ ഡിപ്പാർട്ട്മെന്റുകളോട് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. നമുക്കറിയാം, ഇതില് LDCയുടെ കാര്യം മാത്രമല്ല പറഞ്ഞിരുന്നത്. ഈ ഉത്തരവിൽ ലാസ്റ്റ് ഗ്രേഡ് സർവീസ് നമുക്കറിയാം, മുൻപ് 7ാം ക്ലാസ് പാസ് ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാമെന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 2011 ഈ ഉത്തരവില് അത് എന്താക്കി മാറ്റി? ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കുവാൻ കഴിയില്ല എന്ന് മാറ്റി. ഡിഗ്രി ഉള്ളവരെ സംബന്ധിച്ച് അപേക്ഷിക്കാൻ അർഹരല്ല എന്നാണ് ഇതിൽ പറഞ്ഞത്. ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. ആ ഒരു അമെൻമെന്റ് പിന്നീട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും സബോർഡിനേറ്റ് സർവീസിൽ അമെൻമെന്റ് വരുത്തിക്കൊണ്ട് പ്രാവർത്തികമാക്കി. പക്ഷെ മറ്റു തസ്തികകളുടെ കാര്യത്തിൽ അവരെന്ത് ചെയ്തില്ല? ഒരു തീരുമാനം എടുത്തില്ല. ഇതിൽ ഇതുവരെ ആ ഒരു ഓർഡറിൽ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽ ഇതുവരെ അമെൻഡ് ചെയ്ത തീരുമാനമായി ക്വാളിഫിക്കേഷൻ അമെൻഡ് ചെയ്തത് ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് മാത്രമാണ്. പിന്നീടുള്ളത് ലോവർ ഡിവിഷൻ ക്ലർക്ക് ആയിരുന്നു. ലോവർ ഡിവിഷൻ ക്ലർക്കിനെ സംബന്ധിച്ച് അതിന്റെ ക്വാളിഫിക്കേഷൻ +2 ആക്കണം, അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഡിപ്പാർട്ട്മെന്റുകൾ നമുക്കറിയാം, നമ്മളുടെ സർവീസിൽ എന്ന് പറയുന്നത് സബോർഡിനേറ്റ് സർവീസിൽ 60-ൽ പരം ഡിപ്പാർട്ട്മെന്റുകളാണ്. അവയ്ക്കെല്ലാം അവയുടെ സബോർഡിനേറ്റ് സ്പെഷ്യൽ റൂൾസ് ഉണ്ട്. ആ സ്പെഷ്യൽ റൂൾസ് ആരും അമെൻഡ് ചെയ്യാൻ മെനക്കെട്ടില്ല. ഇപ്പോൾ ധനകാര്യ വകുപ്പ് മുൻകൈ എടുത്തുകൊണ്ട് ധനകാര്യ വകുപ്പിന് കീഴിലുള്ള ട്രഷറികളില് ക്ലർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ LD ക്ലർക്ക് അല്ല, ക്ലർക്ക് ഗ്രേഡ് 2 എന്നാണ്. ക്ലർക്ക് ഗ്രേഡ് 2ന്റെ യോഗ്യത +2 ആയി അമെൻഡ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നതിനും, അങ്ങനെ ആ തീരുമാനമെടുത്ത് സർക്കാരിനെ അറിയിക്കുന്നതിനും, അതായത് ക്യാബിനറ്റിന്റെ പരിഗണനയ്ക്ക് വിടുന്നതിന് വേണ്ടി ഒരു മീറ്റിംഗ് കൂടുന്നതിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ കേട്ടത്. ഇത് കൂടാതെ തസ്തികകളുണ്ട് കുട്ടികളെ. ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2ന്റെയും ഇതുപോലെ തന്നെ SSLCക്ക് പകരം നമുക്കറിയാം മറ്റ് ക്വാളിഫിക്കേഷൻസ് വേണം, KGT. അതുകൂടാതെ SSLCക്ക് പകരം +2 ആക്കണമെന്ന് ഈ ഓർഡർ നിർദ്ദേശിച്ചിരുന്നു.
അതുപോലെ തന്നെ പിന്നെ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2-ൻ്റേത് മാറ്റണമെന്ന് പറഞ്ഞിരുന്നു. ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റിൻ്റേത് +2 ആക്കണമെന്ന് പറഞ്ഞിരുന്നു. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന്റെയും അടിസ്ഥാന യോഗ്യത +2 ആക്കണം. പിന്നീട് മറ്റ് ക്വാളിഫിക്കേഷൻസ് അവർക്ക് ആവശ്യമാണ്, അത് അതുപോലെ തന്നെ നിലനിൽക്കും. അതില് ടൈപ്പിസ്റ്റ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ക്ലർക്ക് ഇത് രണ്ടും +2 ആക്കണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഏറ്റവും രസകരമായ ഒരു വസ്തുത, ഡിഗ്രി തലത്തിലുള്ള അസിസ്റ്റന്റ് തസ്തികയുണ്ടല്ലോ, ആ അസിസ്റ്റന്റ് തസ്തികയുടെ യോഗ്യത ഗ്രാജുവേഷൻ വിത്ത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഏറ്റവും കുറഞ്ഞത് 6 മാസമെങ്കിലും പഠിച്ച് പാസ്സായ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും വേണം എന്ന ഉത്തരവിൽ പറഞ്ഞിരുന്നു. അതും ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിഗ്രി പാസ്സായാൽ മതി. അവിടെ ക്വാളിഫിക്കേഷൻ അമെന്റ്മെന്റിൽ പറയുന്നത് എന്താണ്? 50% സയൻസ് വിഷയങ്ങളാണെങ്കിൽ 50% മാർക്ക് വാങ്ങി പാസ്സാവണം. മറ്റ് ഗ്രാജുവേറ്റ്സ് എല്ലാം 45% മാർക്ക് വാങ്ങി പാസ്സാകണം. ഇതിൽ നിന്ന് എക്സംഷൻ ഉള്ളത് ആകെ SC/ST വിഭാഗത്തിന് മാത്രമായിരിക്കും. പിന്നെ ഈ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 6 മാസത്തിൽ കുറയാത്ത യോഗ്യത ഗവൺമെന്റ് അംഗീകൃത കോഴ്സ് പാസ്സാകണം എന്നും പറഞ്ഞിരുന്നു. ഇവിടെയും ഏത് സമയവും ക്വാളിഫിക്കേഷൻ അമെൻഡ് ചെയ്യാമെന്ന ഭീഷണി നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇവയ്ക്കൊക്കെ തന്നെ ആ ഓർഡറിൽ വ്യക്തമായി പറഞ്ഞിരുന്ന കാര്യം, all existing orders on the above subject shall stand modified to the above extent എന്നാണ് പറഞ്ഞത്. അതുപോലെ amendment to relevant special rules shall be issued separately. സ്പെഷ്യൽ റൂൾസ് ഇതിന് സംബന്ധിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ, നമുക്കറിയാം ഇത് സബോർഡിനേറ്റ് സർവീസിൽ വരുന്നതാണ്, സ്റ്റേറ്റ് സർവീസ് അല്ല, ഗസറ്റഡ് കേഡറുള്ള പോസ്റ്റുകളൊന്നും അല്ല ഇത്. ഈ സബോർഡിനേറ്റ് സർവീസിൽ വരുന്നതിന് ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിന്റെ സബോർഡിനേറ്റ് സർവീസ് ഉണ്ട്, അതിന് സ്റ്റേറ്റ് സർവീസ് ഉണ്ട്. ആ സബോർഡിനേറ്റ് സർവീസ് റൂൾസ് അമെൻഡ് ചെയ്തുകൊണ്ട് ഈ പോസ്റ്റുകൾക്ക് ഈ മാറ്റങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ മാത്രമേ പിന്നീട് അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഫൈനൽ ഉത്തരവ് ഇറക്കുമ്പോൾ, PSC അത് അംഗീകരിച്ച് ഫൈനൽ ഉത്തരവ് ഇറക്കുമ്പോൾ മാത്രമേ ക്വാളിഫിക്കേഷൻ അമെൻമെന്റ് എന്നുള്ള ഒരു കാര്യം സാധ്യമാവുകയുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്ക്, ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, കോൺഫിഡൻസ് അസിസ്റ്റന്റ്, ഇവയുടെ എല്ലാം ബേസിക് ക്വാളിഫിക്കേഷൻ +2 ആക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ച് ഡിഗ്രി പറഞ്ഞു, ഡിഗ്രിക്ക് നിശ്ചിത ശതമാനം മാർക്ക് വെച്ചു. അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും സ്പെഷ്യൽ റൂൾസ് അമെൻഡ് ചെയ്യുക എന്നുള്ള കടമ്പയുണ്ട്. അവിടെ സ്പെഷ്യൽ റൂൾസ് അമെൻഡ് ചെയ്തില്ല. ഇപ്പൊ LD ക്ലർക്കിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഈ സ്പെഷ്യൽ റൂൾസ് അമെൻഡ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നൊരു പ്രത്യേകത? ഞാൻ പറഞ്ഞില്ലേ, 60-ൽ പരം സർവീസുകളുണ്ട്, 60-ൽ പരം സബോർഡിനേറ്റ് സർവീസുകൾ, 60-ൽ പരം ഡിപ്പാർട്ട്മെന്റുകൾ എന്ത് ചെയ്യണം? അവരുടെ സ്പെഷ്യൽ റൂൾസ് എല്ലാവരും അമെൻഡ് ചെയ്യണം. അല്ലാതെ ഇപ്പോഴ് പിന്നെ ട്രഷറി വകുപ്പിന് വേണ്ടി ധനകാര്യ വകുപ്പ് ഒരു അമെൻമെന്റ് നടത്തി കഴിഞ്ഞാൽ അത് ട്രഷറി വകുപ്പിന് മാത്രമേ ബാധകമാകൂ, മറ്റു ഡിപ്പാർട്ട്മെന്റുകൾക്ക് അത് ബാധകം. അങ്ങനെ ട്രഷറി വകുപ്പ് നിർബന്ധം പിടിച്ചാൽ ട്രഷറി വകുപ്പിന്റെ പ്രത്യേകം റിക്രൂട്ട്മെന്റ്, അവർക്ക് +2 ആയിട്ട് യോഗ്യത ഉയർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം റിക്രൂട്ട്മെന്റ് PSC നടത്തേണ്ടി വരും. അല്ലാതെ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾക്ക് അത് ബാധകമല്ല. പക്ഷെ ഇവർ ഈ പ്രൊപ്പോസൽ ഇനിയിപ്പോ നമ്മൾ 28-ാം തീയതി കൂടുന്നു എന്ന് പറയുന്ന ഈ മീറ്റിംഗിൽ അവരൊരു തീരുമാനമെടുത്തത് സർക്കാരിനെ അറിയിക്കുന്നതിരിക്കട്ടെ, സ്പെഷ്യൽ റൂൾസ് അമെൻഡ് ചെയ്യണം ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവിടെ ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ട്, ക്യാബിനറ്റിനെ തീരുമാനിക്കാം. അപ്പോൾ തന്നെ ക്യാബിനറ്റിന് വേണമെങ്കിൽ ചിന്തിക്കാം, ഇത് ഇനി ട്രഷറിക്ക് വേണ്ടി, അത് ഒരു ബാങ്കിങ് സംവിധാനമാണല്ലോ, അതിനുവേണ്ടി ഒരു പ്രത്യേക സംവിധാനം നമുക്ക് ഏർപ്പെടുത്താം. അവർക്ക് +2 ആകട്ടെ, മറ്റുള്ളവരുടെ അങ്ങനെ പോകട്ടെ, മറ്റുള്ളവരെ ഇൻസിസ്റ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ പ്രഷർ ചെലുത്താതെ അവർ ആ രീതിയിൽ തന്നെ പോകട്ടെ, ട്രഷറിക്ക് വേണ്ടി മാത്രം പ്രത്യേകം. അപ്പോൾ ട്രഷറിക്ക് വേണ്ടി ഒരു നോട്ടിഫിക്കേഷൻ വരും, മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടി മറ്റൊരു നോട്ടിഫിക്കേഷൻ വരും. അതെല്ലാം സർക്കാർ തീരുമാനിക്കുകയാണ്. മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഉടനടി തന്നെ ഇങ്ങനെ ഒരു അപേക്ഷ തരാൻ അപേക്ഷിക്കാം, അപേക്ഷിച്ചിട്ട് അതിലൊരു തീരുമാനമെടുക്കാം, PSC അറിയിക്കാം എന്നാണ് സർക്കാർ തീരുമാനിക്കുന്നതെങ്കിൽ അവിടെ എന്താണ് ചെയ്യുക? അവിടെ സർക്കാർ അങ്ങനെ തീരുമാനിച്ചു, പിന്നീട് അതൊരു മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിൽ വെച്ചു. അവിടെ ചിലപ്പോൾ തർക്കങ്ങളൊക്കെ വരാം. അവിടെ ചിലപ്പോൾ മന്ത്രിമാരോ ചിലരൊക്കെ പറയാം അത് വേണ്ട, ഇപ്പൊ SLC-കാർക്ക് ഉള്ളൊരു അവസരമാണല്ലോ ഇത്, SLC പാസ്സായി കഴിഞ്ഞാൽ ഒരു അവസരമാണ്, പിന്നെ അവർക്ക് എന്ത് അവസരമാണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വേണമെങ്കിൽ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യപ്പെടാം. പിന്നീട് ഇതിന് പല ഘട്ടങ്ങളുണ്ട്, പല പരിശോധനാ ഘട്ടങ്ങളുണ്ട്. ആ പരിശോധനാ ഘട്ടങ്ങൾക്ക് ശേഷം PSC-ക്ക് പോകണം, PSC ഇത് അംഗീകരിക്കണം, PSC അംഗീകരിച്ച് തിരിച്ചു വരണം. പിന്നെ അതെന്ത് ചെയ്യണം? ഗവൺമെന്റ് പ്രത്യേകം ഉത്തരവായിട്ട് ഇറക്കണം. ഇറക്കി കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് വരുന്ന നോട്ടിഫിക്കേഷനുകൾ അത് ഇഫക്റ്റീവ് ആക്കാൻ കഴിയൂ.
അതുകൊണ്ട് നമുക്കറിയാം സർക്കാർ നടപടി ക്രമങ്ങളിലെ ഈ കാലതാമസം പരിഗണിക്കുമ്പോൾ ഇപ്പൊ പറയുന്ന ഈ മീറ്റിംഗിൽ ട്രഷറിയെ സംബന്ധിച്ചൊരു തീരുമാനത്തെ ട്രഷറിക്കാ ബാധകം. മറ്റു ഡിപ്പാർട്ട്മെന്റുകളും എല്ലാം ഇതുപോലെ തീരുമാനമെടുത്ത് അറിയിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്തായാലും ഇപ്പൊ ഈ വർഷം അവസാനം ഉണ്ടാകുമെന്ന് കരുതുന്ന LDCയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കാര്യത്തിലും പേടിക്കേണ്ട. കണ്ടോ, കേരള സബോർഡിനേറ്റ് സർവീസ് റൂൾസിൽ കിടക്കുന്നത് നമുക്കറിയാം. കേരള സിവിൽ സർവീസസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസിന്റെ 2ാം ഷെഡ്യൂളിൽ പറയുന്നുണ്ട്. കണ്ടോ, അവിടെ എത്രയാണ് ഞാൻ ഈ പറയുന്ന കണ്ടോ സബോർഡിനേറ്റ് സർവീസുകളാണ്. ഇതുപോലെ 60 സബോർഡിനേറ്റ് സർവീസുകൾ, 60ൽ പരം സബോർഡിനേറ്റ് സർവീസ്, ഇവിടെ എല്ലാം അമെന്റ്മെന്റ് നടക്കണം. അവരെല്ലാം അത് അപേക്ഷിക്കണം. അതിലിപ്പോ ഒരു ട്രഷറി ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന് എന്താണ് അതിന്റെ നയമെന്ന് നമുക്ക് അറിയില്ല. അത് ഗവൺമെന്റിന്റെ കൺസിഡറേഷനിൽ ഇരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇത് ഓർത്തിപ്പോൾ പരിഭ്രമിക്കേണ്ട. എന്തായാലും ഈ വർഷം ഉണ്ടാകാവുന്ന LDCയുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾ +2 പാസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്രാവശ്യം നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള തസ്തികകൾക്ക് PSC, സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള തസ്തികകൾക്ക് അപേക്ഷിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോഴ് നമ്മൾ പറഞ്ഞ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 6 മാസത്തെ കോഴ്സ്, അത് നിങ്ങൾ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് പാസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾ പാസ്സാകാനുള്ള ശ്രമം നടത്തുക. അതൊന്ന് ശ്രമിക്കുക. പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ഒരു സൈഡായിട്ട് നമ്മൾ പഠിക്കുന്നതിനിടയിൽ ഒരു സൈഡായിട്ട് നമുക്ക് എടുക്കാവുന്ന കാര്യമുള്ളൂ. 1 മണിക്കൂർ ഒന്ന് പോയി പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. 6 മാസം കൊണ്ട് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടും. അതൊന്ന് എടുത്തു വെക്കണം. കാരണം LDC കഴിഞ്ഞ് LDCയിലേക്ക് വന്നു, അവിടെ ഒരു തീരുമാനം ചർച്ച ചെയ്യുമ്പോൾ അന്നത്തെ ഓർഡർ അവർ നോക്കും. ആ ഓർഡർ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം 2011 കിടപ്പുണ്ടല്ലോ. ഇത് സെക്രട്ടേറിയറ്റ്, അതുപോലെ തന്നെ PSC വളരെ പ്രമുഖങ്ങളായ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, വിജിലൻസ് ട്രിബ്യൂണൽ, ലോക്കൽ ഓഡിറ്റ് ഫണ്ട്, ഇതുപോലെ പ്രമുഖങ്ങളായ ഓഫീസുകളല്ലേ. അപ്പോൾ അവർക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം ആവശ്യമല്ലേ എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ആ ക്വാളിഫിക്കേഷൻ തന്നെ 45%, 50% ഇൻസിസ്റ്റ് ചെയ്യണമെന്നൊക്കെ തീരുമാനിച്ചാൽ അപ്പോൾ നമുക്കൊന്ന് ബുദ്ധിമുട്ടുണ്ടാകരുത്. എന്തായാലും ഈ വർഷം വരുന്ന നോട്ടിഫിക്കേഷൻ ഒന്നും ഇത് ബാധകമാകില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ അതോർത്ത് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട കാര്യവുമില്ല. നിങ്ങൾ നിങ്ങളുടെ പഠനവുമായി മുന്നോട്ട് പോവുക. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഒരുപാട് റൂമേഴ്സ് ഇങ്ങനെ വരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. കാരണം അതിന് നിങ്ങളെ ആ ഓർഡറുകൾ കാണിച്ച്, അതിൻ്റെ അടിസ്ഥാനപരമായ ഓർഡറുകൾ കാണിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി തരിക എന്നത് മാത്രമാണ് ഉദ്ദേശിച്ചത്. ഇനിയും എൻട്രി ആപ്പിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ ധാരാളം മെറ്റീരിയൽസ് ആണ് ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുക. വിജയാശംസകൾ. ഗുഡ് ബൈ.